നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസായ പുതിയ സീരീസ് ആണ് മോൺസ്റ്റേഴ്സ് ദ ലൈൽ ആൻഡ് എറിക് മെനൻഡസ് സ്റ്റോറി. ലൈൽ ആൻഡ് എറിക് എന്ന രണ്ട് ബ്രദേഴ്സിന്റെ കഥ പറയുന്ന സീരീസ് ആണിത്. ആക്ച്വലി 1989 നടന്ന ഒരു ട്രൂ സ്റ്റോറിയാണ് ഈ സീരീസിന്റെ വിഷയം. സീരീസ് എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ, ബ്രദേഴ്സായ എറിക്കും ലൈലും സ്വന്തം പേരൻസിനെ കൊല്ലുകയും അതിനുശേഷം ഈ മർഡർ കേസിന്റെ വിചാരണ അവർ നേരിടുന്നതും ശേഷം അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെയാണ് സീരീസ് നമ്മളോട് പറയുന്നത്. തികച്ചും രണ്ട് സോഷ്യോപാത്സ് ആയിട്ടാണ് സീരീസ് ഈ രണ്ട് ബ്രദേഴ്സിനെ കാണിച്ചിരിക്കുന്നത്. ഈ ബ്രദേഴ്സ് മാത്രമല്ല, ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഓരോ സോഷ്യോപാത്സ് അല്ലെങ്കിൽ സൈക്കോ ബിഹേവിയർ ഒക്കെ കാണിക്കുന്ന ആൾക്കാരാണ്. അത് കഥയിൽ കൃത്യമായി പറയുന്നുണ്ട്. വലിയ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ മോഡിലല്ല സീരീസ് പോകുന്നത്, നേരെ മറിച്ചൊരു പാർഷ്യൽ കോർട്ട് റൂം ഡ്രാമ പോലൊക്കെ ഈ സീരീസിനെ നമുക്ക് പറയാം. ഇതിനു മുന്നേ നെറ്റ്ഫ്ലിക്സിൽ തന്നെ ഡാമർ എന്നൊരു സീരീസ് റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അതിന്റെ അതേ മോഡില് സീരിയസ് ആയിട്ട് നടന്ന ക്രൈംസ് എടുത്ത് അതൊരു TV ഷോ ആക്കി മാറ്റിയേക്കാണ് ഇവർ ചെയ്തിരിക്കുന്നത്. തുടക്കം മുതലേ ഇവർ സോഷ്യോപാത്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു ഫീൽ കൊണ്ടുവരാൻ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഈ ബ്രദേഴ്സായി അഭിനയിച്ചിരിക്കുന്ന കൂപ്പർ കോച്ചും നിക്ലാസ് അലക്സാണ്ടർ ഷാവസ് എന്ന നടന്മാരുടെ കഴിവാണ്. ചില സീൻസിലൊക്കെ ഇവർ ബ്രേക്ക് ഡൗൺ ആവുന്നത് കാണുമ്പോൾ ഡീപ്പായിട്ടുള്ള അവരുടെ മനസ്സിലെ തോട്ട്സ് ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ ഈ നടന്മാര് കാണിച്ചു തരുന്നുണ്ട്. ജാബിർ ഭാരതമാണ് ഇവരുടെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഈ അച്ഛൻ വേഷം വളരെ ടോക്സിക് ആയ ഏതൊരു കുട്ടിക്കും അസഹനീയമായ ക്യാരക്ടറാണ് ഈ പറയുന്ന അച്ഛൻ ക്യാരക്ടർ. ആ ക്യാരക്ടറിനെ ഇങ്ങനെ ജീവിച്ച് കാണിച്ചു എന്ന് തന്നെ പറയണം. പിന്നെ ഈ ഒരു നടനിൽ നിന്ന് ആ ഒരു പെർഫോമൻസ് പ്രതീക്ഷിച്ചേ മതിയാവും. നോ കൺട്രി ഫോർ ഓൾഡ് മെൻ എന്ന സിനിമ ഒക്കെ കണ്ടവരാണ് നിങ്ങളെങ്കിൽ എസ്പെഷ്യലി സിനിമയുടെ മേക്കിംഗ് എടുത്ത് പറയാനാണ്. സീരീസിന്റെ 5ാമത്തെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു. ആ ഒരു എപ്പിസോഡ് ഫുള്ള് ത്രൂ ഔട്ട് സിംഗിൾ ഷോട്ടിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഈ സീരീസിനെ കുറിച്ച് കണ്ടവർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടാവും. എന്നാൽ ആ ഒരു ഷോട്ടിനെ പറ്റി നിങ്ങൾക്ക് ഒരു അഭിപ്രായമേ ഉണ്ടാവും. അത്ര നന്നായാണ് അവരത് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു സീനിന്റെ ഡെപ്ത് എടുത്ത് പറയാതെ വയ്യ. ഏകദേശം 30 മിനിറ്റോളം വരുന്ന ഒരു സിംഗിൾ ഷോട്ടാണ്. സിംഗിൾ ഷോട്ടൊക്കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ 1917 പോലെ ആക്ഷൻ അടങ്ങുന്ന ഒരു സീനാണെന്ന് വിചാരിക്കരുത്. ആക്ച്വലി ഇതൊരു ഇന്റർഗേഷൻ സീനാണ്. പക്ഷെ ആ ഒരു സീനിൽ നമ്മൾ കാണുന്ന അഭിനയത്തിന്റെ മികവ് അസാധ്യമാണ്. കൂപ്പർ കോച്ച് ആ സീനിൽ പല ഇമോഷൻസും ഇങ്ങനെ കറക്റ്റ് ആയ ഡയലോഗ് ഡെലിവറിയിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. റിയൽ ലൈഫ് സ്റ്റോറി ആയതുകൊണ്ട് തന്നെ എന്താണ് അവസാനം സംഭവിക്കുക എന്നൊക്കെ നമുക്ക് ആദ്യം തന്നെ അറിയുന്നുണ്ടാവും. ആ ഒരു ഇൻഫർമേഷൻ ഒക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ കിട്ടാവുന്നതാണ്. ആ ഒരു ടൈം ലൈനിൽ നടക്കുന്ന കാര്യങ്ങളും ഈ ബ്രദേഴ്സിന്റെ അഡ്വക്കേറ്റും ഒക്കെ കടന്നു പോകുന്ന മാനസിക നിലയും ഒക്കെയാണ് ഈ സീരീസിൽ പറയുന്നത്. പേരൻസിന്റെ ശരിയല്ലാത്ത ആറ്റിറ്റ്യൂഡിനെ കുറിച്ചും പ്രവൃത്തികളെ കുറിച്ചും പീഡനങ്ങളും എല്ലാം കുട്ടികളെ എങ്ങനെ മാറ്റും എന്നതിന്റെ ഒരു ഡെപ്പിക്ഷൻ അല്ലെങ്കിൽ ഒരു രൂപമാണ് നമുക്കിവിടെ ഈ സീരീസിൽ നിന്ന് കിട്ടുന്നത്. എങ്ങനെ ഒരു നല്ല പേരന്റിങ് അല്ലെങ്കിൽ എങ്ങനെ ഒരു ബാഡ് പേരന്റിങ് ചെയ്യാതിരിക്കാം, എന്താണ് ബാഡ് പേരന്റിങ് എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ നമുക്ക് ഈ സംഭവം കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. പക്ഷെ അതിന് പുറമെ ഒരു ക്രൈം സ്റ്റോറിയെ കുറിച്ച് നമുക്കൊരു അറിവ് കിട്ടും. സോ ഇങ്ങനെയുള്ള റിയൽ ലൈഫ് ക്രൈം ഡ്രാമാസ് ഇഷ്ടമുള്ളവർ ഈ സീരീസ് ഒന്ന് കണ്ടു നോക്കുക. നല്ലൊരു സീരീസ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള ആനിമെ മൂവി സീരീസ് കോണ്ടന്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ പിഞ്ച് വാച്ചർ സൈനിങ് ഓഫ്.